പരിമിതികളെ അതിജീവിച്ച് ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ വെങ്കല മെഡൽ നേട്ടവുമായി കൊണ്ടോട്ടി സ്വദേശി VC അമൽ ഇക്ബാൽ. തൃശൂരിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ കർണാടകയെ തോൽപ്പിച്ചാണ് അമൽ ഇക്ബാൽ കേരളത്തിന് വേണ്ടി വെങ്കല മെഡൽ നേടിയെടുത്തത്. കൂടുതൽ മെഡൽ നേട്ടത്തിനായുള്ള അതികഠിനമായ പരിശീലനത്തിലാണ് ഈ മിടുക്കൻ. തന്റെ പരിമിതികളെ ഒരിക്കലും ഒരു കുറവായി അമൽ കണ്ടിട്ടില്ല. അതികഠിനമായ പരിശ്രമത്തിലൂടെ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യനായ അമലിന്റെ ഓരോ വാക്കുകളിലും അഭിമാനം മാത്രം. ജന്മനാ ബാധിച്ച സെറിബ്രൽ പൾസി രോഗത്തിന് അമലിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാനായില്ല. അതിനുള്ള തെളിവാണ് അമൽ നേടിക്കൊണ്ടിരിക്കുന്ന മെഡലുകൾ. സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ പഞ്ചഗുസ്തി അസോസിയേഷൻ സംഘടിപ്പിച്ച മത്സരത്തിൽ പാരാസിറ്റിംഗിൽ 55-60 കിലോ സീനിയർ വിഭാഗത്തിലാണ് അമൽ തന്റെ കൈകളുടെ ശക്തി തെളിയിച്ചത്. വളരെ അഭിമാനകരമായ നേട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഈ അക്കാദമിക്സ് ലെവലിൽ ഇങ്ങനെ അടിച്ചു കയറി നിൽക്കുമ്പോൾ എനിക്കൊരു സ്പോർട്സ് ഐറ്റംസിൽ, കാരണം സ്പോർട്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ എന്ന് ഞാൻ ലീവാണ്ടാവുക. അപ്പോൾ എൻ്റെ ബോഡി കൊണ്ട് എനിക്കെന്താ ചെയ്യാൻ പറ്റുക, ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ചിട്ട് എനിക്കെന്താ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഉപ്പച്ചി എന്നെ നമ്മളെ ഒന്ന് ഉഷാറാക്കാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ ലോകം അഭിമാനത്തോട് കൂടിയിട്ട്, ലോകം വളരെ പ്രൗഡായിട്ട് നോക്കിക്കാണുന്ന ഒരു മത്സരമുണ്ട്, ആം റെസ്ലിംഗ്. നിന്നെ ഞാൻ അതിൽ വേൾഡ് ചാമ്പ്യൻ ആക്കും. അപ്പോൾ ഞാൻ ഞെട്ടി. കാരണം അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. 90% പഠന വൈകല്യവും സംസാര വൈകല്യവും. അങ്ങനെ ഉപ്പയുടെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. എൻ്റെ പാരൻസിൻ്റെ കൂടെ ഉണ്ട്, സൊസൈറ്റി കൂടെ വന്നു, എൻ്റെ അധ്യാപകർ കൂടെ വന്നു. പുളിക്കൽ സ്വദേശികളായ മുഹമ്മദ് ഇക്ബാൽ, ഫെമിന ദമ്പതികളുടെ മകനാണ് അമൽ. മകന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമായി മാതാപിതാക്കളും കൂടെയുണ്ട്. തുടക്ക സമയത്ത് നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളെ നമ്മളെ കൈ കിട്ടും, റൈറ്റ് ഓഫ് ചെയ്ത ഒരാളെ നമ്മളെ കൈ കിട്ടാണ്. മെഡിക്കൽ സയൻസ് വിലയിരുത്തിയത് അവന് 18 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മറ്റേ സൈഡായി പോകും, കടന്നു പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മെഡിക്കൽ മൊത്തത്തിലുണ്ട്. കാരണം അങ്ങനെയും അത്രയും ഡാമേജ് ചെയ്യുന്നു, സിവിയർ ഡാമേജ്. ഞാൻ ചെയ്തത് ഒറ്റ കാര്യമുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വിചാരമില്ലാതെ ചെയ്തിട്ടുണ്ട്. അതായത് ചെയ്യാം എന്നുള്ള അവൻ്റെ സർജറി അങ്ങനെയാണ്. 15 സ്ഥലം കട്ട് ചെയ്ത് സർജറി ചെയ്യുമ്പോൾ ആ ടേബിളിൽ കിടന്ന് മരിച്ചു പോയ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ മരിച്ചു പോകുന്ന ചോദിച്ചൊരു കാര്യം ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാനുള്ളത്. ബാക്കിയെല്ലാം എല്ലാ മുൻകരുതലും എല്ലാം എടുത്ത് ബാക്കി തവക്കൽ തള്ളല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മെഡിക്കൽ സയൻസിനെ വിട്ടുകൊടുത്ത് അത് സക്സസ് ആയി. ആ സർജറിയുടെ സക്സസും പിന്നെയുള്ള റീഹാബിലിറ്റേഷനും പിന്നെ കോഴിക്കോട് മൂവീസ് എന്നുള്ള അനസാറും ദേവിക മാമുള്ള അവരൊരു ഇപ്പം പ്രൊഫസർ സുഹാസ് ഇവിടെ ഫിസിയോ വണ്ണിൻ്റെ ഇവരൊക്കെ ചേർന്നിട്ടാണ് അമലിനെ അമലാക്കി മാറ്റിയത്. ദേശീയ അന്തർദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യന്മാരായ ഷൗക്കത്തും ഷാഹുൽ ഹമീദുമാണ് പരിശീലകന്മാർ. അമലിനെ കുറിച്ച് പറയുമ്പോൾ ഗുരുക്കന്മാർക്കും അഭിമാനമാണ്. അമല് ഇവിടെ വന്ന സമയത്ത് തന്നെ അമലിന്റെ ഉള്ളിനുള്ളിൽ പവർ ഉണ്ടായിരുന്നു. പക്ഷെ അവന് കുറച്ച് ഒരു എക്സ്പീരിയൻസിന്റെ കുറവായിരുന്നു. അത് എങ്ങനെ ചെയ്യണോ, അത് എങ്ങനെ കയ്യിലേക്ക് എടുക്കണോ, ഫിംഗറിൽ എങ്ങനെ ലോഡാക്കണോ, അങ്ങനെ ചെറിയ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ അവനക്ക്. ഇതിപ്പോൾ മത്സരത്തിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് അമൽ വെങ്കല മെഡൽ അടിച്ചിട്ടുണ്ട്. അതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അമൽ ഇനി അടുത്ത പ്രാവശ്യം വേൾഡിൽ തന്നെ ഗോൾഡ് അടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ 2ാം വർഷ സോഷ്യോളജി ബിരുദ വിദ്യാർത്ഥിയായ അമൽ ഇക്ബാൽ സിനിമയിലും ഒട്ടേറെ ടെലി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും തനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുണ്ടെന്ന് അമൽ പറയുന്നു. അതിനായുള്ള കഠിന പരിശീലനത്തിലാണ് അമൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.